നമ്മുടെ ഒറ്റയ്ക്കുള്ള വിമാനയാത്ര എൻ്റെ ഒരു ഫസ്റ്റ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ചാണ്ടിഗർ വരെ എൻ്റെ മകളുടെയും മരുമകൻ്റെ അടുത്ത് വിഷു ആഘോഷിക്കാൻ പോയി. രസകരമായ ഒരു അനുഭവം പറഞ്ഞിരുന്നു. ഇനി അടുത്ത 2025 ഞാൻ വിഷു ആഘോഷിക്കാൻ പോയത് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം കണ്ടെത്തി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഈ പ്രാവശ്യം എനിക്ക് ചായയുടെ കാര്യത്തിലൊന്നും ഒരു ഇതില്ല, എനിക്കറിയാമായിരുന്നല്ലോ, എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ധൈര്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് വിടാറായി. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞു. അത് ഇട്ട് കഴിഞ്ഞു, എല്ലാം അറിയാമല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, അയ്യോ അത് മാഡം എൻ്റെ സീറ്റ് ബെൽറ്റാണ് മാഡം ഇട്ടിരിക്കുന്നത്. പോയോ, പേടിയായോ? ശരി, അത് കഴിഞ്ഞെല്ലാം യാത്ര കഴിഞ്ഞു. ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ എത്തി. അത് കഴിഞ്ഞിട്ട് തിരികെയുള്ള വരവ് അതിനേക്കാളും രസമായിരുന്നു. എനിക്ക് വേറൊരു എയർപോർട്ടിൽ ഇറങ്ങണമായിരുന്നു. ആദ്യമായിട്ടാണ് ആ എയർപോർട്ടിൽ ഇറങ്ങിയത്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലഗേജ് ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട്. എൻ്റെ എൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒത്തിരി ആൾക്കാർ, ഒരു സീറ്റ് ഒഴിഞ്ഞു. ശരി, എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ച് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞു. തിരികെ വന്നപ്പോൾ നോക്കിയപ്പോൾ വേറെ ഒരു സീറ്റിലും ആളില്ല. പക്ഷെ എൻ്റെ ബാഗിന് ചുറ്റും പോലീസുകാർ നിൽക്കുകയാണ്. ഇത് ആളില്ലാത്തൊരു ഭാഗമെന്ന് കണ്ടുപിടിച്ചിട്ട് അവരവിടെ അനൗൺസ് ചെയ്യുകയും ആകെ പ്രശ്നമാകാൻ ഒരു ഭീകര അന്തരീക്ഷം. എൻ്റെ ദൈവമേ! എന്നിട്ട് എന്നോട് അപ്പം ഞാൻ അങ്ങ് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ്, രണ്ടാമതാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് യാത്ര. ഇനി മേലിൽ ഇതുപോലെ ലഗേജ് വെച്ചിട്ട് ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. അയ്യോ ഓക്കെ സാർ, ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തടി തപ്പി. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ യാത്രയിലും അബദ്ധങ്ങൾ പറ്റി. ഇനി മൂന്നാമത്തെ യാത്രയിൽ അബദ്ധം പറ്റാതെ ഞാൻ ശ്രമിക്കാം.